പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടം കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോടും പെരുമാറുവിൻ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്, മറ്റുള്ളവർ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവരോടും അങ്ങനെ തന്നെയായിരിക്കണം. നമ്മൾ ഔദാര്യം കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ദ്രോഹം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ ശപിക്കുമ്പോൾ അവരെ നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവാത്മാവ് നമ്മളിൽ വസിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം എല്ലാം പോസിറ്റീവായി ചിന്തിക്കുവാനായിട്ടും നമ്മളെയൊക്കെ പ്രേരിപ്പിക്കണമെങ്കിൽ ദൈവാത്മാവ് തന്നെ നമ്മളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമ്മൾ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.